എന്ത് ഗെയിമായി കളിക്കുന്നേ? എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ കളിക്കുമ്പോ ശ്രദ്ധിച്ച് കളിക്കണമെന്ന്, അല്ലെങ്കിൽ ശരിയാവില്ല. എനിക്ക് ദേഷ്യം വരും കേട്ടോ. മര്യാദക്ക് കളിക്കാൻ നോക്ക്. ഭാരാ ഠാക്കൂർ കണ്ടാ പിന്നെ നിനക്ക് പണി കിട്ടുവേ. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഭാരാ ഠാക്കൂറിന് ഇഷ്ടമില്ലാത്തത് ചെയ്താൽ പിന്നെ ശത്രുക്കളുടെ പൊടി പോലും കാണില്ല. ഗുഡ് മോർണിംഗ് സർ. ഹലോ, വെരി ഗുഡ് മോർണിംഗ്. നിങ്ങൾ ഇനിയും ബലവാന്മാരാകണം. നല്ലപോലെ എക്സസൈസ് ചെയ്യണം. കാറ്റിനെ പോലെ വേഗത്തിൽ എല്ലാം ചെയ്യാൻ പഠിക്കണം. ഇന്ന് രാത്രി അത്യാവശ്യമായ ഒരു മിഷൻ ചെയ്യേണ്ടതുണ്ട്. ഹലോ ലഡു സിംഗ് സർ, സ്വാമി അങ്കിളുടെ വീട്ടിൽ നിന്ന് കുറച്ച് കള്ളന്മാര് മോഷ്ടിച്ചു പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ അവരെ പുറകെ പോവാണ്. അവരൊരു വലിയ ഗ്യാങ് ആണെന്നാ എനിക്ക് തോന്നുന്നത്. വേഗം വരണേ. എന്ത്? ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ മോഷണം നടക്കുന്നോ? ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ അറിയാം. ഓഹോ, നിനക്ക് അറിയാമല്ലോ അല്ലേ? എന്നാ ശരി, ഞാൻ ഇപ്പൊ തന്നെ വരാം. ദാ എത്തിക്കഴിഞ്ഞു. ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ നിങ്ങൾ മോഷണം നടത്തുവോ? നിങ്ങൾ എത്ര പേര് വന്നു, എത്ര പേര് തിരിച്ചു പോയി എന്നുള്ളത് ഞാൻ ഇപ്പൊ തന്നെ കണക്കെടുക്കാം. അടിപൊളി. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ജോലികൾ വളരെ നന്നായി ചെയ്തിരിക്കുന്നു. ഇതാ പണം, കൊണ്ടുപോയി അടിച്ചു പൊളിക്ക്. ഭാരാ ഠാക്കൂറെ, നിങ്ങൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല തോന്നുന്നു. കിട്ടിയില്ലല്ലോ. ഇന്ന് കിട്ടിയില്ലെങ്കിൽ എന്താ, എപ്പോഴെങ്കിലും എന്റെ കയ്യിൽ കിട്ടാതിരിക്കില്ല. ഇന്ന് നമ്മുടെ ആദ്യത്തെ ദിവസം കൂടിയല്ലേ. വേദ സിറ്റി മുഴുവനും വ്യത്യസ്തമായ മോഷണങ്ങളാണ് പല സ്ഥലത്ത് നടക്കുന്നത്. ലോക്കറിലുള്ള പല സാധനങ്ങളും കളവ് പോയത് അതിശയം തന്നെ. കൂടുതൽ വിവരങ്ങൾ കാണുവാനായി ഞങ്ങളുടെ ചാനൽ കാണുക. രാത്രിയായി കഴിഞ്ഞാൽ 8 മണിക്ക് നിങ്ങൾ ന്യൂസ് കാണാതിരിക്കരുത്. അല്ലെങ്കിലും ടിവിയിലെ ന്യൂസുകൾ കുറവും ആൾക്കാരെ പേടിപ്പിക്കലുമാ കൂടുതൽ നടക്കുന്നത്. ഗുഡ് മോർണിംഗ് മുത്തശ്ശ. ഗുഡ് മോർണിംഗ് മുത്തശ്ശി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വരൂ ലഡ്ഡു സിംഗ്, ഇരുന്ന് ആഹാരം കഴിക്കൂ. പിന്നെ രാവിലെ തന്നെ എന്താ ഈ വഴിക്ക് വന്നത്? ഞാൻ ഈ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ തോന്നി മുത്തശ്ശിനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന്. കണ്ടു കഴിഞ്ഞല്ലോ.
എന്നാ ഇനി ബൈ ബൈ. ആ, എന്തിനാ അവനെ പുറത്തേക്ക് പോകാൻ പറയുന്നത്? അവൻ ആഹാരം കഴിച്ചു പോകട്ടെ. ഒരു കാര്യം ഉറപ്പില്ല, ലഡ്ഡു സിംഗ് സാറ് ശിവയോട് കള്ളനെ പിടിക്കുന്നൊന്നും പറയരുത് കേട്ടല്ലോ. അതിനിപ്പോ ഞാൻ എന്ത് പറയാനാ ശിവയോട്? ഇവനൊരു കൊച്ചു കുട്ടിയല്ലേ? ഇല്ല, കുട്ടിയല്ല. കള്ളനെ പിടിക്കുന്നത് എന്റെ പണിയാണല്ലോ, ഈ ലഡ്ഡു സിംഗിന്റെ. പക്ഷെ മുത്തശ്ശി, ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കള്ളന്മാരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന്. അലമാരകത്തും ലോക്കറിനകത്തുമുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു, എന്നാൽ പുറത്തിരിക്കുന്ന ആഭരണങ്ങൾ അവര് തൊടുന്നത് പോലും ഇല്ല. അയാൾ ആരായാലും ഒരു പാർക്കോൾ എക്സ്പേർട്ട് ആണ്. പാർക്കോൾ എക്സ്പേർട്ട് മീൻസ് ഏത് തരത്തിലുള്ള ഓപ്റ്റിക്കൽസ് ആയാലും അത് എളുപ്പത്തിൽ ക്രോസ് ചെയ്യാൻ സാധിക്കും. അങ്ങനത്തെ ഒരാളെ പിടിക്കാൻ വേണ്ടി നമ്മുടെ പാർക്കോൾ എക്സ്പേർട്ട് ആയേ പറ്റൂ. നിർത്തിക്കേ, പിന്നെയും തുടങ്ങിയിരിക്കുക. മിണ്ടാതിരുന്ന് കഴിക്ക്. ഒരു ഐഡിയ നിന്നോട് ഇപ്പൊ ആരും ചോദിച്ചില്ല. സോറി മുത്തശ്ശി. ശിവ, നീ ഇതിനെ കുറിച്ച് വിഷമിക്കരുത്. എന്റെ ബുദ്ധിയിൽ ഇപ്പൊ ഒരു പുതിയ ഐഡിയ വരുന്നുണ്ട്. ആ കള്ളന്മാര് പാർക്കോർ എക്സ്പേർട്ട് ആണല്ലോ, എങ്കിൽ അവന്മാരെ പിടിക്കാൻ നമ്മളും പാർക്കോർ എക്സ്പേർട്ട് ആകണം. മനസ്സിലായോ? ഞാൻ ഇപ്പൊ തന്നെ പാർക്കോർ ട്രെയിനിങ് എടുക്കും, എന്നിട്ട് അതിന്റെ എക്സ്പേർട്ട് ആയി മാറും. ഞാൻ അവന്മാരെ ഓടിച്ച് പിടിക്കുമല്ലോ. കലക്കി ശിവ, കലക്കി. എന്തൊരു അടിപൊളി സെറ്റപ്പാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ ഇപ്പൊ തന്നെ പ്രാക്ടീസ് തുടങ്ങും. എന്നെ താഴേക്ക് ഇറക്കി വിട്. എനിക്ക് എല്ലാം തല കീഴായി കാണുന്നത്. മിസ്റ്റർ ദത്ത, നിങ്ങളുടെ എവിടെ മോഷണം ഉണ്ടായോ? മിസ്റ്റർ ശർമ്മ, നിങ്ങളുടെ എവിടെ മോഷണം ഉണ്ടായോ? മോഷണം നടന്നു. നിങ്ങളുടെ എവിടെ മോഷണം നടന്നോ? അതെ, എന്റെ വീട്ടിലും മോഷണം പോയി. അങ്കിൾ, നിങ്ങൾ എല്ലാവരും തമ്മിൽ പരിചയമുണ്ടോ? ആ, ഞങ്ങൾ എല്ലാവരും കഴിഞ്ഞ മാസം ലാസ്റ്റ് വേദ സിറ്റിന്ന് ഒരു ഗ്രൂപ്പ് ടൂറുമായി വീന സിറ്റിയിലേക്ക് പോയി. അറിയോ? എത്ര ദിവസമായി മോഷണം നടക്കുന്നു? വേദ സിറ്റിയിൽ നിന്നും വീനസ് സിറ്റിയിലേക്ക് ഒരുമിച്ച് ടൂർ പോയവരുടെ വീടുകളിൽ മാത്രമാണ് മോഷണം നടന്നിട്ടുള്ളത്. അതെ, അത് ശരിയാണല്ലോ. നീ പറഞ്ഞ പോലെ അങ്ങനെയുള്ളവരുടെ വീട്ടിലാണ് മോഷണം നടക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത്? ഓ, ഇതിലുമില്ല, ഇതിലും കാണുന്നില്ല. ഓ, ഇതിലൊന്നിലുമില്ലല്ലോ. ഇന്നും എനിക്ക് കിട്ടിയില്ല. എന്നോട് പറയൂ, നിങ്ങൾക്ക് എന്ത് സാധനമാ വേണ്ടത്?
ശരി, നിന്നോട് ഞാൻ ആ കാര്യം പറയാം. കഴിഞ്ഞ മാസം ഞാൻ വീനസ് സിറ്റിയിൽ 50 കോടി രൂപ മൂല്യമുള്ള വൈരങ്ങൾ മോഷ്ടിച്ചു. ഞാൻ ആ വൈരവുമായി കടന്നു കളയാൻ ശ്രമിച്ചതായിരുന്നു. ഈ നെക്ലസ് എടുത്ത് ബില്ലിട്ടേക്കും. നിക്ക്, നിന്നെ ഒന്ന് ശരിക്കും പരിശോധിക്കാനുണ്ട്. ആ ബസ് എങ്ങോട്ടാ പോയത്? അത് വേദാ സിറ്റിയിൽ നിന്ന് വന്ന ടൂറിസ്റ്റുകാരുടെ ബസ്സാ. എല്ലാ വർഷവും ഇങ്ങോട്ട് വരാറുണ്ട്. തിരിച്ച് വേദാ സിറ്റിയിലേക്കാ പോകുന്നത്. അങ്ങനെ ഞാൻ അതിലുള്ള ടൂറിസ്റ്റുകളുടെ ലിസ്റ്റ് മുഴുവനും കളക്ട് ചെയ്തു. മോഷ്ടിക്കാൻ ഒരു ഗ്രൂപ്പിനെ ഞാൻ റെഡിയാക്കി. ടൂറിസ്റ്റുകളുടെ ഓരോ വീടും ഗ്രൂപ്പിനെ കൊണ്ട് ഞാൻ മോഷ്ടിപ്പിച്ചു. ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് ബോക്സ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. ഇനി ഒരു വീട് കൂടിയുള്ളൂ മോഷ്ടിക്കാൻ. ഒരുപക്ഷെ നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന വൈരങ്ങളുടെ കിഴി ആ വീട്ടിൽ തന്നെ കിട്ടും. എന്ത്? ഓ, ഇത് സന്തോഷകരമായ വാർത്തയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി 50 കോടി രൂപ വിലയുള്ള വൈരങ്ങളുടെ കിഴി എന്റെ കയ്യിൽ തന്നെ കിട്ടും. കഴിഞ്ഞ മാസം വേദാ സിറ്റിയിൽ നിന്നും വീനസ് സിറ്റിയിലേക്ക് ടൂർ പോയ ആൾക്കാരുടെ ലിസ്റ്റാണത്. വീനസ് സിറ്റിയിലേക്ക് ടൂർ പോയ ആൾക്കാരുടെ വീട്ടിൽ മാത്രമാണ് മോഷണം നടന്നിരിക്കുന്നത്. ഇനി ആകെ ഒരു വീടേ ബാക്കിയുള്ളൂ. കള്ളന്മാര് തീർച്ചയായിട്ടും വരാതിരിക്കില്ല. ആണോ? എന്ന് വെച്ചാൽ ഇനി ഒരു വീട് മാത്രമേ ബാക്കിയുള്ളൂന്ന്. ഓക്കേ, തീർച്ചയായിട്ടും ഇന്ന് രാത്രി നമുക്ക് ആ വീട് നോക്കിക്കൊണ്ടേ ഇരിക്കണം. അവരെന്തോ അത്യാവശ്യ സാധനമാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ ട്രൂപ്പിലുള്ള ആരുടെ അടുത്തുണ്ട്. ഇനി ഈ ഒറ്റ വീടേ ഉള്ളൂ ബാക്കി. തീർച്ചയായിട്ടും അവരിന്ന് വരും. ഹാൻഡ്സ് അപ്പ്. നിങ്ങളെ പോലീസ് 4 ഭാഗത്തുനിന്നും വളഞ്ഞിരിക്കുന്നു. ഓടണ്ട. ലെഡസിംഗ് സർ, നിങ്ങൾ റോഡ് വഴി വന്നേക്കൂ. ഞാൻ മേൽക്കൂരയിൽ കയറി വന്നേക്കാം. കുട്ടി, നിനക്ക് എന്താ ഇപ്പൊ വേണ്ടത്? മാറാൻ നോക്ക്. കുട്ടിയെന്ന് വിളിക്കരുത് ചേട്ടാ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. മോഷ്ടിച്ച സാധനങ്ങളുടെ ബാഗ് തരൂ. മര്യാദയ്ക്ക് പറഞ്ഞോ നിങ്ങളുടെ ബോസ് ആരാന്ന്. നിങ്ങളോട് ആരാ ചുമരിന്ന് ചായക്ക് ചാടാൻ പറഞ്ഞേ? Well done, my boys. Well done.
നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടിപ്പോയല്ലോ ബാരാട്ടാക്കൂർ. യെസ് ഈ ഡയമണ്ട്സ് ഒക്കെ എന്റേതാണ്. ഇതെല്ലാം നിങ്ങൾ പരിശ്രമിച്ചത് കൊണ്ട് മാത്രം കിട്ടിയതാണ്. ഞാൻ നിങ്ങൾ എല്ലാവരെയും കോടീശ്വരന്മാരാക്കാം. എന്ത് ഈ കുട്ടി ഇവിടെ വന്നല്ലോ. ഈ കുട്ടി ഒരുപാട് അടിക്കുന്നുണ്ട്. വേദനിച്ചിട്ട് വയ്യ, അറിയാവോ ബോസ്. ഈ കുട്ടീനെ ചെറിയ ചെക്കനെ പോലെ പെരുമാറിയാൽ എന്താ വരാൻ പോകുന്നത്? നിന്റെ അച്ഛനും അമ്മയും വലിയവരോട് എങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? ഇവന്റെ ഇടി കൊണ്ട് എന്റെ ചെവി പൊട്ടിപ്പോയിന്നാ തോന്നുന്നേ. കുട്ടി, എനിക്ക് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞു. മര്യാദയ്ക്ക് പോവാൻ നോക്ക്, അല്ലെങ്കിൽ കുട്ടിയൊന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര് അങ്കിൾ. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടി, പക്ഷെ ഞാൻ ആവശ്യപ്പെട്ട സാധനം എനിക്ക് കിട്ടിയിട്ടില്ല, അറിയോ? ആ കുട്ടിയെ വേഗം പിടിക്ക. നിക്ക്, അവന്റെ കാര്യം ഈ ഞാനേറ്റു. ഇവൻ അറിയില്ല ഈ ബാരാട്ടാക്കൂറിന്റെ പ്രകടനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ശത്രുക്കളുടെ പൊടി പോലും എവിടെയും കാണില്ല. ആരും അനങ്ങി പോരുത്. നിങ്ങളുടെ മുന്നിൽ ഞാൻ വെറും കുട്ടിയാണ് അങ്കിൾ. എന്ത്? ശിവയെ അങ്കിളെന്ന് വിളിച്ചാലുണ്ടല്ലോ. കുട്ടിയാണെന്ന് മനസ്സിലായി, പക്ഷെ കുട്ടിയെ പോലെ അല്ലല്ലോ പെരുമാറുന്നത്. പിന്നെ ഞാൻ എങ്ങനെ അങ്കിളെന്ന് വിളിക്കാണ്ടിരിക്കുക? എന്റെ 50 കോടിയുടെ വൈരം. ഈ വൈരങ്ങൾ എവിടെന്നാണ് മോഷ്ടിച്ചത്? ഇത് കഴിഞ്ഞ മാസം വീനസിറ്റിയിൽ നിന്ന് കളവ് പോയിട്ടുള്ള അമൂല്യമായ ഡയമണ്ട് ആണ്. ഈ റോബറി ഈ വർഷത്തെ ഏറ്റവും വലിയ റോബറി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കള്ളൻ ഇന്ന് പിടിക്കപ്പെട്ടു. താങ്ക് യു ശിവ, താങ്ക് യു. ഇനി നീ ഒന്നിനെ കുറിച്ച് ചിന്തിക്കണ്ട. ഞാൻ ഇവനെ ജയിലിലേക്ക് കൊണ്ടുപോയി നല്ലപോലെ നോക്കിക്കോളാം.